സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാവട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 25 വാക്യം 35. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ച ദൈവവചനത്തിൽ നാം മനസ്സിലാക്കുന്നത് അന്ത്യ ന്യായവിധിക്കായി സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെ സംഭാഷണമാണ്. ഇവിടെ സ്വർഗീയ പിതാവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുകയാണ്. അവിടുത്തെ മുമ്പിൽ സകല ജാതികളും ന്യായവിധിക്കായി കൂട്ടിവരുത്തിയിരിക്കുന്നു. ആ ദൈവം ഇരുന്ന് ന്യായം വിധിക്കുകയാണ്. അതിനു മുമ്പായി ന്യായവിധിക്ക് കാരണമായ വിഷയങ്ങൾ പ്രസ്താവിക്കുകയാണ്. ഏതു കാരണത്താലാണ് മനുഷ്യൻ നിത്യജീവങ്കലേക്കും അതുപോലെ തന്നെ ഏത് കാരണത്താലാണ് മനുഷ്യൻ നിത്യനരകത്തിലേക്കും പോകുന്നത്? ഈ വിഷയങ്ങളാണ് കർത്താവ് സംസാരിക്കുന്നത്. സത്യത്തിൽ ഈ സംഭാഷണം നോമ്പുകാല ചിന്തകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായങ്ങളുള്ളതിൽ ഈ 25-ാം അധ്യായം തൻ്റെ പ്രവൃത്തികളുടെയും സംഭാഷണങ്ങളുടെയും അവസാന അധ്യായം എന്ന് പറയാം. കാരണം ഇനി 26 മുതൽ 28 വരെയുള്ള 3 അധ്യായങ്ങൾ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടതാണ്. പെസഹ മുതൽ പുനരുത്ഥാനം വരെയുള്ള അഥവാ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ തൻ്റെ പ്രവൃത്തികളുടെ അവസാന അധ്യായമായ മത്തായി 25-ൽ അവസാനമായി പറയുന്നത് അന്ത്യ ന്യായവിധിയെക്കുറിച്ചാണ്. അന്ത്യ ന്യായവിധിയിൽ ദൈവം ഈ ലോകത്തിൽ ജനിച്ച സകലജാതി ജനങ്ങളെയും തൻ്റെ മുന്നിൽ കൂട്ടുകയാണ്. തുടർന്ന് 2 ഭാഗമായി അവരെ തിരിക്കുകയാണ്. ഒരു ഭാഗം ശപിക്കപ്പെട്ടവരും അടുത്ത ഭാഗം അനുഗ്രഹിക്കപ്പെട്ടവരും. വലത്ത് ഭാഗത്ത് അനുഗ്രഹിക്കപ്പെട്ടവരെയും ഇടത്ത് ഭാഗത്ത് ശപിക്കപ്പെട്ടവരെയും നിർത്തുന്നു. തുടർന്ന് അവർ ഏത് കാരണത്താലാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്, ഏത് കാരണത്താലാണ് നരകത്തിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് കർത്താവ് പറയുന്നു. എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇത് നിങ്ങൾ ആർക്കെല്ലാം ചെയ്തു, അതെനിക്കാണ് ചെയ്തത്. അതുപോലെ തന്നെ വീണ്ടും കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല.
ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആർക്ക് ചെയ്തു അതെനിക്ക് ചെയ്തു. രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആർക്ക് ചെയ്തില്ല അതെനിക്ക് ചെയ്തില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർ നിത്യജീവങ്കലേക്കും, രണ്ടാമതായി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത ജനങ്ങൾ നിത്യ നരകത്തിലേക്കും പോകുമെന്ന് കർത്താവ് പറയുകയാണ്. ഇതാണ് ന്യായവിധി, മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഴിയുന്നിടത്തോളം നന്മ ചെയ്യാം. അത് നിത്യതയ്ക്കായിട്ടുള്ള നിക്ഷേപമാണ്. ആമേൻ, ആമേൻ. ഘോരമാം ശോധനയിൽ ഹൃദയം തെല്ലും പതറാതെ, ഘോരമാം ശോധനയിൽ ഹൃദയം തെല്ലും പതറാതെ, വൻഭുജത്താൽ എന്നെ നടത്തും തൻ കൃപയെന്താശ്ചര്യമേ, വൻഭുജത്താൽ എന്നെ നടത്തും തൻ കൃപയെന്താശ്ചര്യമേ. എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോകയാത്രയിൽ, എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തോരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോകയാത്രയിൽ, എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തോരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ,